ആർക്കെങ്കിലും ഒരാൾക്കാർക്ക് ആരെങ്കിലും ഒരാൾ ജയിച്ചല്ലേ പറ്റുള്ളൂ. വിദ്യാഭ്യാസം തന്നെ ഇല്ലാതായിട്ടുണ്ട്. അങ്ങനെയുള്ള പല കാര്യങ്ങളുമുണ്ട്. അത് ജനങ്ങൾ വെറുത്തു തുടങ്ങി. ചെറുപ്പക്കാരെല്ലാം ഇപ്പം BJPക്കാണ് കൂടുതലും വോട്ട് ചെയ്യുന്നത്. മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ BJPയുടെ ഭരണം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയും ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് അറിഞ്ഞൂടാ. അയാൾ എന്തൊരു ചെയ്തയാൾ ചെയ്യുകയെന്ന് എനിക്കറിയാം. നമ്മൾ രാഷ്ട്രീയമായി നമുക്ക് BJP ആണ്. എനിക്ക് BJP ആണ്. നമുക്ക് BJP വരാൻ സാധ്യത രാജീവ് ചന്ദ്രശേഖർ തീർച്ചയായിട്ടും. അല്ല, ഇദ്ദേഹത്തിന് രാജീവ് ചന്ദ്രശേഖരനെതിരെ ഇവർ ആരോപണങ്ങൾ പറയുന്നതിന്റെ കാരണം എന്താ? ചുമ്മാ കള്ളത്തനോളം പ്രചാരണം നടത്തുന്നതാണ്. 3 പേരിൽ നന്മയുള്ള ആൾ ജയിക്കും. അത്രയും. അത് ആരാണെന്ന് പറയും? അത് പറയാൻ പറ്റില്ല. ജയിച്ചു വരുമ്പം അപ്പൊ വിജയ സാധ്യത ഇവിടെ ചന്ദ്രശേഖരൻ രാജീവ് ചന്ദ്രശേഖരൻ ജയിച്ചിരിക്കും. 5557 വോട്ടിന് ജയിച്ചിരിക്കും. നിയമം തെരഞ്ഞെടുപ്പ് അത് തന്നെയാണ് ഞങ്ങളുടെ വിഷയം. ശക്തമായ ത്രികോണ മത്സരം. മന്ത്രിയും MLA-മായിട്ടുള്ള ശിവൻകുട്ടി, പിന്നെ BJP സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ, കാർത്തികേയൻ്റെ മകനായിട്ടുള്ള ശബരിനാഥ്, 3 പേരും നടക്കുന്ന ശക്തമായ മത്സരം. ആർക്കാണ് വിജയ സാധ്യത? 3 പേരിൽ നന്മയുള്ള ആൾ ജയിക്കും. അത്രയും. അത് ആരാണെന്ന് പറയും? അത് പറയാൻ പറ്റില്ല. ജയിച്ചു വരുമ്പം ആളിവിടെ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാണെങ്കിൽ അടുത്ത് ജയിക്കും, അല്ലെങ്കിൽ വീണ്ടും പോകും. അത് ആരെയും പറയാൻ പറ്റില്ല. അപ്പൊ ഇതിപ്പോ ഇതിൽ ആർക്കാണ് മുൻഗണന എന്ന് പറയാൻ പറ്റും? എല്ലാം കട്ടക്കെട്ടൊക്കെയാണ്. മത്സരം ടൈറ്റാണ്. ആർക്കെങ്കിലും ഒരാൾക്കാർക്ക് ആരെങ്കിലും ഒരാൾ ജയിച്ചല്ലേ പറ്റുള്ളൂ. അടുത്ത മത്സരം നടക്കുന്ന കാര്യത്തിൽ ആരെങ്കിലും ഒരാൾ ജയിക്കും. നിയമമണ്ഡലത്തിലെ വിജയ സാധ്യത ആർക്കാണ്? രാജീവ് ചന്ദ്രശേഖരൻ. എന്തുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരൻ? കാര്യങ്ങൾ ചെയ്യും. കഴിഞ്ഞ 15 വർഷമായിട്ട് അല്ലെങ്കിൽ 4ാം തവണയാണ് ശിവൻകുട്ടി മത്സരിക്കുക. അദ്ദേഹം മന്ത്രിയാണ് ഇവിടെ. അപ്പം അദ്ദേഹം പ്രവർത്തിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന് പ്രവർത്തിച്ചിട്ടില്ലെന്നാണ്. ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടില്ല. റോഡുകളൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ 15 വർഷം കൊണ്ട് സത്യനഗർ റോഡ്, പേരേക്കുളം റോഡ് ഇത് 15 വർഷം കൊണ്ട് കിടക്കുകയാണ്. പിന്നെ പല ഭാഗങ്ങളിലും അതൊന്നും ചെയ്തിട്ടില്ല. പൂച്ചക്കരി റോഡ് ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ചന്ദ്രശേഖരൻ വന്നു കഴിഞ്ഞാൽ നടക്കും. ചേട്ടാ, ചിലപ്പോൾ അദ്ദേഹം മത്സരിക്കാൻ തുടങ്ങിയ ആ സമയം മുതൽ തന്നെ അദ്ദേഹത്തിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഇവർ പറയുന്നുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും? ഒരു പേടി അവർക്കുണ്ടാവാൻ കാരണം എന്തായിരിക്കും ചേട്ടാ? പേടി ഇപ്പം ശബരിനാഥും ഇതൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം. അല്ല, ഇദ്ദേഹത്തിനെതിരെ രാജീവ് ചന്ദ്രശേഖരനെതിരെ ഇവർ ആരോപണങ്ങൾ പറയുന്നതിന്റെ കാരണം എന്താ? ചുമ്മാ കള്ളത്തനോളം പ്രചാരണം നടത്തുന്നതാണ്. ഇദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഇവർക്കെതിരെ എന്തെങ്കിലും പ്രവർത്തിക്കുക, അല്ലെങ്കിൽ ഇവരുടെ ഈ കള്ളക്കളികൾ പുറത്തുകൊണ്ടിരും, അങ്ങനെ എന്തെങ്കിലും ആണോ? കള്ളക്കളി ആണല്ലോ. പേടിയെ കാണും. ചെറിയൊരു പേടി കാണും. ആ പേടി തന്നെ കാണും. അപ്പൊ വിജയ സാധ്യത ഇവിടെ വിജയ ചന്ദ്രശേഖരൻ രാജീവ് ചന്ദ്രശേഖരൻ ജയിച്ചിരിക്കും. 5557 വോട്ടിന് ജയിച്ചിരിക്കും. എങ്ങനെ? 5557 വോട്ടിന് ജയിച്ചിരിക്കും. BJP വരാൻ സാധ്യത രാജീവ് ചന്ദ്രശേഖർ തീർച്ചയായിട്ടും. ഇപ്പോൾ എന്തുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ? കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളിൽ മിക്കവാറും സീറ്റുകളൊക്കെ അവരാണ് സാധാരണത്തെക്കാളും ഒരുപാട് സീറ്റുകൾ അവരൊക്കെ പിടിച്ചു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് സാധ്യത എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ വികസനം കഴിഞ്ഞ 5 വർഷത്തെ വികസനത്തെ നോക്കിയിട്ട് അതിങ്ങ് വെച്ച് നോക്കുകയാണെങ്കിൽ ശിവൻകുട്ടിയുടെ കാലത്ത് പ്രവർത്തനം വികസനം ഇല്ലായിരുന്നു എന്നതാണോ പറയുന്നത്? വികസനമില്ലായ്മ എന്നല്ല ഉള്ളതല്ലല്ലോ. ഇപ്പോൾ കാലങ്ങളായിട്ട് ഇവിടെ ഒരാളും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മാറ്റം എല്ലാ ആൾക്കാർക്ക് ആവണം എന്നൊരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ ആവാൻ സാധ്യത ഈ മണ്ഡലത്തിൽ മാറ്റം ഉണ്ടാവും തീർച്ചയായിട്ടും. BJP രാജീവ് ചന്ദ്രശേഖർ എന്തുകൊണ്ടാണ് അമ്മ രാജീവ് ചന്ദ്രശേഖർ? പണ്ടേ നമുക്ക് ആ പാർട്ടിയിലാണ് താല്പര്യം. ഞാൻ ആദ്യം വോട്ടിട്ടത് അതിലാണ്, BJPക്കാണ്. അപ്പോൾ അതിനോട് നമുക്കൊരു ആത്മാർത്ഥം. കഴിഞ്ഞ 5 വർഷത്തെ ഇദ്ദേഹം മന്ത്രിയായിരുന്നല്ലോ, വികസനം ഒന്നും ഉണ്ടായിട്ടില്ലെന്നാണ് പറയുന്നത്. ആര്? ശിവൻകുട്ടി. അത് നമുക്ക് അറിഞ്ഞൂടാ. അയാൾ എന്തൊരു ചെയ്തയാൾ ചെയ്യുകയെന്ന് എനിക്കറിയാം. നമ്മൾ രാഷ്ട്രീയമായി നമുക്ക് BJP ആണ്. എനിക്ക് BJP ആണ്. നമുക്ക് നമ്മുടെ വീട്ടിൽ കുടുംബപരമായിട്ട് നമ്മളെല്ലാവരും BJPക്ക് വോട്ട് ചെയ്തു. നമ്മളെ അഭിപ്രായം BJP ജയിക്കും. നേമത്ത് ചന്ദ്രശേഖരനാണ് സാധ്യത കൂടുതൽ. എന്തുകൊണ്ടാണ്? അയാളൊരു വികസിത നായകനാണ്. ടെക്നോക്രാഫ്റ്റാണ് അയാൾ. യുവാക്കളെ പ്രതീക്ഷ മൊത്തം അയാളാണ് ഇപ്പോൾ. കാരണം അയാൾ വികസന സ്വപ്നം ഒരുപാട് കാണുന്ന ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ 5 വർഷം ശിവൻകുട്ടി ഇവിടുത്തെ MLA ആയിരുന്നു. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസവും മന്ത്രിയായിരുന്നു. ഈ വികസനങ്ങൾ എന്തെങ്കിലും ചെയ്തതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു? വികസനങ്ങൾ ചെയ്തെന്ന് ചോദിച്ചാൽ ഒരു MLA ആകുമ്പോൾ അയാളെ ഫണ്ട് കൊണ്ട് കുറച്ച് വികസനം ചെയ്യുമല്ലോ. അത് MLAയുടെ ഫണ്ട് കൊണ്ടുള്ള വികസനമാണ് സംഭവം ചെയ്തത്. അല്ലാതെ അതിനുപരി യുവാക്കളുടെ തൊഴിൽ സാധ്യത, മണ്ഡലത്തിലെ പുതിയ കാര്യങ്ങൾ, തൊഴിലില്ലായ്മ, ഫാക്ടറികൾ സ്ഥാപിക്കുക, അതൊന്നും ചെയ്തിട്ടില്ല. ഇനി ഒരു ചോദ്യം കൂടെ.
ഇപ്പം രാജീവ് ചന്ദ്രശേഖർ 2024 മത്സരിക്കുന്ന സമയത്തും അതുപോലെ ഇപ്പോൾ നോമിനേഷൻ കൊടുത്ത സമയത്തും അദ്ദേഹത്തിനെതിരെ ഒരുപാട് ആക്രമണങ്ങൾ, അതായത് അദ്ദേഹത്തെ വ്യക്തിപരമായും അദ്ദേഹം ഇപ്പം സ്വത്ത് നേരായിട്ട് കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള അതിക്രമങ്ങൾ, ആക്ഷേപങ്ങളും ഇങ്ങനെയുള്ള ആക്രമണമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും അദ്ദേഹത്തിനെതിരെ ഇങ്ങനെ ആക്രമണം വെച്ചത്? അത് അവരുടെ ഭയം കൊണ്ടാണ്. എന്തോ അതിൻ്റെ ഭയം? കാരണം BJP ഇവിടെ വളർന്നു, BJP അടുത്ത അധികാരത്തിൽ വരാൻ ഉള്ള 100% പിന്നെ ചാൻസുള്ള രാഷ്ട്രീയ പാർട്ടിയാണ്. മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ BJPയുടെ ഭരണം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയും ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ഓട്ടോമാറ്റിക്കായിട്ടും ഔട്ടാവുമെന്നുള്ള ഒരു പേടിയാണ് അവരെ. അപ്പോൾ ആ പേടി നിന്നുകൊണ്ടാണ് അവർ ഇത്ര ആക്രമണങ്ങൾ ചെയ്യണത്. ഈ ത്രികോണ മത്സരത്തിൽ ആർക്കാണ് വിജയം? BJP ആണ്. എന്തുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ വിജയം? എന്തുകൊണ്ടെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും പാർട്ടിയുടെ പുതിയ ഒരു വരണം, MLA വരണം, പുതിയൊരു മാറ്റത്തിന് വേണ്ടിയുള്ള ഒരു അതിന് വേണ്ടിയിട്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കോർപ്പറേഷനിലെ വാർഡുകൾ മിക്കവാറും വാർഡുകൾ BJP ആണ്, കൗൺസിലർമാരാണ്. അപ്പോൾ അതൊരു ഘടകമായിട്ട് വരും. അത് ഘടകമായിട്ട് വരും. ചെറുപ്പക്കാരെല്ലാം ഇപ്പം BJPക്കാണ് കൂടുതലും വോട്ട് ചെയ്യുന്നത്. അങ്ങനെ ഉള്ള ഒരു അനുകൂല ഘടകങ്ങളുണ്ട്. മണ്ഡലത്തിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നത്. വിജയ സാധ്യത ആർക്കാണ്? സാധ്യത എങ്ങനെ നേരത്തെ പ്രഖ്യാപിക്കാൻ നോക്കുക നമുക്ക്? ഇപ്പോൾ നേമത്ത് ഇത്തവണ മത്സരിക്കുന്നത്, ഒരിക്കൽ നേമം 2016 BJP പിടിച്ച അന്ന് ശിവൻകുട്ടിയാണ് തോൽപ്പിക്കപ്പെട്ടത്. ഇത്തവണ എന്ന് പറയുന്നത് സംസ്ഥാന അധ്യക്ഷൻ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു മത്സരിക്കുന്നുണ്ട്. എന്നാലും സംസ്ഥാന അധ്യക്ഷൻ്റെ ഇപ്പം നാമനിർദ്ദേശ പത്രിക തള്ളിക്കളയാമോ? അല്ല, സ്വീകരിച്ച അല്ല, ഇന്ന് അല്പം നേരത്തെ സ്വീകരിച്ചു. പക്ഷേ ഈ ഭാഗത്തൊക്കെ BJPയുടെ ഇപ്പോഴേ കുറച്ച് കൗൺസിലർമാർ ജയിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ പ്രാവശ്യവും അതുപോലെ ആയിരുന്നു. എന്നിട്ട് ശിവൻകുട്ടിയാണ് ജയിച്ചത്. ശബരിനാഥ് മത്സരിക്കുന്നത് കൊണ്ട്, ശബരിനാഥിനെ കുറിച്ച് വിട്ടത് കൊണ്ടാണ് ഇപ്പം ഡൗട്ടായിരിക്കുന്നത്. മനസ്സിലായില്ല. അതായത് ശബരിനാഥിന്റെ വോട്ട് BJP പിടിക്കുമെന്നുള്ളതാണ് അങ്ങനെ ഒരു പ്രതീക്ഷ, അങ്ങനെ ഒരു സംസാരമുണ്ട്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന നേമം മണ്ഡലത്തിൽ വിജയ സാധ്യത ആർക്കാണ്? രാജീവ് ചന്ദ്രശേഖരനാണ്. എന്താണ് രാജീവ് ചന്ദ്രശേഖറിന് വിജയമാകുന്ന അനുകൂല ഘടകങ്ങൾ? അത് മോദിയുടെ വികസനത്തിൻ്റെ ഇതാണ് മെയിൻ. അതേ കാരണമാണ്. പിന്നെ പറയത്തൊക്കെയാണെന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും ഇവിടുത്തെ ജനങ്ങൾ മറ്റുള്ള പാർട്ടിയെ കൊണ്ട് ഇടതും വലതും ഭരിച്ച് നശിപ്പിച്ചിട്ടിരിക്കുന്നു. വളരെ ബുദ്ധിമുട്ടുകളാണ്. കൊച്ചുകുട്ടികളെ ഇപ്പോൾ SLC എഴുതുന്ന പരീക്ഷ തന്നെ കുട്ടികൾ കരയാണെന്നാണ് പറയുന്നത്. വിദ്യാഭ്യാസം തന്നെ ഇല്ലാതായിട്ടുണ്ട്. അങ്ങനെയുള്ള പല കാര്യങ്ങളുമുണ്ട്. അത് ജനങ്ങൾ വെറുത്തു തുടങ്ങി. പിന്നെ ഈ രണ്ട് പാർട്ടിയും വെറുത്തു തുടങ്ങി. തീർച്ചയായിട്ടും. അതുപോലെ രാജീവ് ചന്ദ്രശേഖറാണ് സ്ഥാനാർത്ഥി എന്ന് അറിഞ്ഞ നിമിഷം മുതൽ 2024 അതായിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് ആക്രമണങ്ങൾ, അതായത് വ്യക്തിപരമായി ആക്രമിക്കുക, അധിക്ഷേപിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അത് പത്രിക പിന്നെ കേസ് കൊടുത്തില്ലേ? കേസ് കൊടുത്തു. അത് എന്തായി? അതൊക്കെ എന്തായിരിക്കും പറഞ്ഞാൽ വിജയ സാധ്യത അദ്ദേഹത്തിനായുണ്ട്. അതുകൊണ്ട് തന്നെ പേടിയുണ്ടോ ഇവർക്ക്? രണ്ടുപേർക്ക് എല്ലാം പേടി. ആദ്യം അവരാരും നിൽക്കില്ലെന്ന് പറഞ്ഞില്ല. പിന്നെ ശബരിനാഥ് നിൽക്കില്ലെന്ന് പറഞ്ഞു, നേമത്തേക്ക് നിൽക്കില്ലെന്ന് പറഞ്ഞു. പിന്നെ ശിവൻകുട്ടിയും ആദ്യം പെന്മാറിയതാണ്. പിന്നെ ശിവൻകുട്ടി നടത്തി ശബരിനാഥിനെ അടിച്ചു പിടിച്ച് ഇവിടെ കൊണ്ടു നിർത്തിക്കുകയാണ്. ആ ഒരു പേടി അത്ര.